ഹിന്ദി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഏവർക്കും സ്വാഗതം. അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാം, പേരെഴുതാം. ഇവിടെ ചിത്രം നോക്കൂ. പല്ലിയുടെ ചിത്രമുണ്ട്, കുരങ്ങന്. ഇവിടെ പല്ലിയെ നാം എന്ത് പറയും? പല്ലിയെ ചിപ്കലി എന്നും കുരങ്ങനെ ബന്ദർ എന്നുമാണ് ഹിന്ദിയിൽ പറയുക. ഇവിടെ ചിപ്കലി ബന്ദർ എന്ന് എഴുതണം. ചിപ്കലി ബന്ദർ. ഇവിടെ നോക്കൂ ചിത്രം. പാറ്റ, ചിലന്തി, ഓന്ത്, ഉറുമ്പ്. പാറ്റയെ എന്ത് പറയും? തിൽച്ചട്ട എന്ന് പറയും. ചിലന്തി മക്കട എന്നും. ഇവിടെ ഓന്ത് ഗിർഗിട്ട്, ഓന്തിനെ ഗിർഗിട്ട് എന്ന് പറയും അല്ലേ. ഉറുമ്പ് ചീണ്ട എന്നും പറയും. എഴുതേണ്ട നോക്കൂ. തിൽച്ചട്ട, മക്കട, ഗിർഗിട്ട്, ചീണ്ട. നോക്കൂ, 31 മുതൽ 40 വരെ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുന്നത്, അക്ഷരത്തിൽ എഴുതുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരീക്ഷയ്ക്ക് വന്നേക്കാം. അപ്പോൾ നമുക്കറിയാം 31, 32, 32. 32 ആണ്. 33, 33, 34, 34, 35, 35, 35. പിന്നെ 36, 36, 37, 37, 38, 38, 39, 39, 40, 40. നോക്കൂ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. നന്നായി വായിക്കണം. ചിത്രം തന്നിട്ട് അനുയോജ്യമായ വാക്യങ്ങൾ എഴുതാൻ ചോദിക്കാറുണ്ട്. ഈ ചിത്രം നോക്കൂ. ലഡ്ക വീൽ ചെയർ പർ ബൈഠി ലഡ്കി കോ സഹായത ദേത്താ ഹെ. അല്ലേ, ആൺകുട്ടി വീൽ ചെയറിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ സഹായിക്കുന്നു. ലഡ്ക വീൽ ചെയർ പർ ബൈഠി ലഡ്കി കോ സഹായത ദേത്താ ഹെ. എന്താണ് കാണുന്നത്? കൂട്ടിൽ തത്തയെ പൂട്ടിയിരിക്കുന്നു, അടച്ചിരിക്കുന്നു അല്ലേ. തോത്ത പിഞ്ചടേമേ ബന്ദ് ഹെ. തത്തയെ കൂട്ടിൽ പൂട്ടിയിരിക്കുന്നു അല്ലേ. തോത്ത പിഞ്ചടേമേ ബന്ദ് ഹെ. തോത്ത പിഞ്ചടേമേ ബന്ദ് ഹെ. നോക്കൂ, പെൺകുട്ടി സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്നു അല്ലേ. ലഡ്കി സീബ്ര ലൈൻ സേ സഡക് പാർ കർത്തി ഹെ. ലഡ്കി സീബ്ര ലൈൻ സേ സഡക് പാർ കർത്തി ഹെ. കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി വേസ്റ്റ് ബിന്നിൽ എന്താണ് വേസ്റ്റ് ഇടുന്നു അല്ലേ. ലഡ്ക കൂട കച്ചട കൂട ദാൻ മേ ഡാൽത്താ ഹെ അല്ലേ. ലഡ്ക കൂട കച്ചട കൂടേദാൻ മേം ഡാൽത്താ ഹെ. നോക്കിയേ, ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? ഒരു ആൺകുട്ടി കാളയെ അടിക്കുന്നു അല്ലേ. ബച്ച അല്ലെ ലഡ്ക ബൈൽ കോ മാർത്താ ഹെ. ലഡ്ക ബൈൽ കോ മാർത്താ ഹെ. കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി കാളയെ അടിക്കുന്നു. ലഡ്ക ബൈൽ കോ മാർത്താ ഹെ. നോക്കിയേ, കുട്ടികൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ അല്ലെ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? റോഡിൽ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലേ. കുട്ടികൾ റോഡിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. എങ്ങനെ എഴുതേണ്ടത്? ബച്ചേ അല്ലെങ്കിൽ ലഡ്കെ സഡക് പർ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ലഡ്കെ അല്ലെങ്കിൽ ബച്ചേ സഡക് പർ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ബച്ചേ സഡക് പർ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ഇനി കരെ നാ കരെ, ചെയ്യാവുന്നത് ചെയ്യരുതാത്തത്. നോക്കൂ, തോത്ത പിഞ്ചടേ മേ ബന്ദ് ഹെ. ബച്ചേ സഡക് പർ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ലഡ്ക ബൈൽ കോ മാർത്താ ഹെ. ഇതൊന്നും നാം ചെയ്യരുതാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തൊക്കെ ചെയ്യാം നമുക്ക്? ലഡ്ക വീൽ ചെയർ പർ ബൈഠി ലഡ്കി കോ സഹായത ദേത്താ ഹെ. അതെ, നമുക്ക് എന്താണ് കഴിയാത്ത ആളെ നമുക്ക് സഹായിക്കാവുന്നതാണ്. ഇവിടെ എന്താണ്? ആൺകുട്ടി വീൽ ചെയറിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ സഹായിക്കുന്നു. ലഡ്ക നമുക്കറിയാം വേസ്റ്റ് ബിന്നൊക്കെ യഥാവിധി എന്താണ് വേസ്റ്റ് ബിന്നിൽ ഇടുന്നതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാവുന്നത്, അങ്ങനെ ചെയ്യണം. ലഡ്കി സീബ്ര ലൈൻസ് സഡക് പാർ കർത്തി. റോഡ് മുറിച്ച് കടക്കുമ്പോൾ സീബ്ര ലൈൻ ഉണ്ടോ നോക്കണം. അപ്പോൾ എന്താണ് സീബ്ര ലൈനിലൂടെ നമുക്ക് റോഡ് മുറിച്ച് കടക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പരീക്ഷ വരാൻ സാധ്യതയുള്ളതാണ് മാസങ്ങൾ എഴുതാൻ വേണ്ടി.
ഇവിടെ ജനുവരി, അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഫെബ്രുവരി എന്ന് എഴുതണം. ഇവിടെ മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഗസ്റ്റ്, സിതംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി ഇങ്ങനെ തന്നു. ഇവിടെ ജനുവരി, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് എന്ന് എഴുതണം, അപ്രിൽ എന്നുണ്ട്, മെയ്, ജൂൺ എന്നുണ്ട്, ജൂലൈ, അഗസ്റ്റ്, ഇവിടെ എന്ത് എഴുതണം? സിതംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നോക്കൂ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഗസ്റ്റ്, സിതംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നന്നായി പഠിക്കുക. ഈ പ്രവർത്തനം നോക്കാം. मैं केरल हूँ. मेरा जन्म 1 नवंबर 1956 को हुआ. मेरी भाषा मलयालम है. मेरा मुख्य त्योहार ओणम है. मेरी राजधानी തിരുവനന്തപുരം है. അപ്പോൾ ഇവിടെ രാജധാനി തലസ്ഥാനമാണ്. ഇവിടെ കേരളത്തിൻ്റെ ആത്മകഥയാണ് കൊടുത്തിട്ട് മേരി പറയുന്നത് എൻ്റെ ഭാഷ, മേരി ഭാഷ മലയാളം എന്ന് പറയുന്നു. എൻ്റെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് ഓണം തന്നെ, ഓണം ആണ്. ഇവിടെ കിസ്കി ആത്മകഥ, ഇത് ആരുടെ ആത്മകഥയാണ്? അപ്പോൾ നമുക്ക് എഴുതേണ്ടത് കേരളക്ക്. കേരൾ, ഒന്നാമത്തത് കേരൾ. ഇവിടെ കേരളം എന്ന് എഴുതണം. അടുത്തത് നോക്കൂ, രണ്ടാമത് കേരള ജന്മ കബ് ഹുവ. കേരളം ജനിച്ചത് എപ്പോഴാണ്? നമുക്കറിയാം അല്ലേ? കേരള ജന്മം, കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായത് എപ്പോഴാണ്? 1 നവംബർ 1956, 1956 അല്ലേ? കേരളക്ക് മാതൃഭാഷ ക്യാ ഹെ? കേരളത്തിലെ മാതൃഭാഷ ഏതാണ്? നമുക്കറിയാം, മലയാളം. കേരള മുഖ്യ ത്യോഹാർ ഹെ ഓണം. ഓണമാണ് കേരളത്തിലെ പ്രധാന ആഘോഷം അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ എഴുതണം. തിരുവനന്തപുരം കിസ്കി രാജധാനി. തിരുവനന്തപുരം ഏതിൻ്റെ തലസ്ഥാനമാണ്? നമുക്കറിയാം, എന്താണ്? തമിഴ്നാട്, ആസാം, കേരൾ, ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? കേരളക്ക് രാജധാനി ഹെ തിരുവനന്തപുരം. ഒന്നുകൂടി പറയാം. കേരൾ നോക്കൂ, കിസ്കി ആത്മകഥ കേരളക്ക്. നോക്കിയേ, കേരള ജന്മ കബ് ഹുआ 1 नवंबर 1956. केरल की मातृभाषा मलयालम. केरल का मुख्य त्योहार ओणम. തിരുവനന്തപുരം കിസ്കി രാജധാനി കേരളക്ക്. ഇപ്രകാരമാണ് എഴുതേണ്ടത്. ജൂൺ 5 പര്യാവരണ ദിവസവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കൂ. विश्व पर्यावरण दिवस जून 5. विश्व पर्यावरण दिवस जून 5. परिस्थिति हमारी जान है. पर्यावरण का संरक्षण हमारा कर्तव्य है. विश्व पर्यावरण दिवस जून 5. പരിസ്ഥിതി ഹമാരി ജാൻ ഹെ. പരിസ്ഥിതി നമ്മുടെ ജീവനാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ചില പ്രവർത്തനങ്ങൾ നോക്കാം. फुटबॉल विनू का प्रिय खेल है. रोज़ वो मैदान में फुटबॉल खेलता है. अनस और मानस विनू के दोस्त हैं. वे भी रोज़ विनू के साथ फुटबॉल खेलते हैं. मैदान में विनू तेज़ दौड़ता है और जल्दी गोल मारता है. इसलिए अनस और मानस हमेशा विनू की टीम में खेलना चाहते हैं. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം, വിനു കാ പ്രിയ ഖേൽ ക്യാ ഹെ. ഇവിടെ കുറേ കളികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നോക്കി, ഈ പാരഗ്രാഫിൽ ഏത് കളിയെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഫുട്ബോൾ അല്ലേ? ഫുട്ബോൾ വിനു കാ പ്രിയ ഖേൽ. അപ്പോൾ വിനു കാ പ്രിയ ഖേൽ ക്യാ ഹെ? ഫുട്ബോൾ എന്ന് എഴുതാണ്. ഫുട്ബോൾ വിനു കാ പ്രിയ ഖേൽ ഹെ. ഇനി ഇവിടെ പറയുന്നത് വിനു കഹാ ഫുട്ബോൾ ഖേൽത്താ ഹെ. നമുക്കറിയാം, സ്കൂളിലാണോ, മൈതാനത്താണോ, വീട്ടിലാണോ, റോഡിലാണോ? നമുക്കറിയാം. ഇവിടെ നോക്കൂ, റോസ് വഹ് ആരാണ്? വിനു. വോ मैदान में फुटबॉल खेलता है. അപ്പോൾ ഇവിടെ मैदान में എന്ന് എഴുതണം. मैदान में. വിനു കഹാം ഫുട്ബോൾ खेलता है? मैदान में എന്ന് എഴുതണം. ഇവിടെ സഹി പ്രസ്താവ് कौन सा है? വിനു ധീരെ ദൗड़ता है.
പതുക്കെ ഓടുന്നു, വിനു തേസ് വേഗത്തിൽ ഓടുന്നു, വിനു ധീരെ ചലത്താ, വിനു മെല്ലെ നടക്കുന്നു, വിനു തേസ് വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ വേ ബി रोज विनू के साथ फुटबॉल खेलते हैं. मैदान में विनू कहो मैदान में विनू तेज दौड़ता है. मैदान में विनू तेज വേഗത്തിൽ ഓടുന്നു. അപ്പോൾ मैदान में विनू तेज दौड़ता है. ഇതാണ് ഇത്, രണ്ടാമത്തതാണ് ഉത്തരം. ഇനി अनस और मानस हमेशा विनू की टीम में क्यों खेलना चाहते हैं? എന്തുകൊണ്ടാണ് അനസും മാനസും വിനുവിൻ്റെ ടീമിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും? നോക്കൂ, വിനു ഇവിടെ നോക്കൂ എന്താണ്? मैदान में विनू तेज दौड़ता है और जल्दी गोल मारता है. എന്താണ്? പെട്ടെന്ന് തന്നെ ഗോൾ അടിക്കും അല്ലേ? അപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ കഴിവുണ്ടാർക്ക്? വിനുവിന്. അപ്പോൾ ഇവിടെ നോക്കാം, വിനു അനസ് और मानस का दोस्त है. നോക്കൂ, വിനു जल्दी गोल मारता है. നോക്കൂ, इसलिए अनस और मानस हमेशा വിനു की टीम में खेलना चाहते हैं. इसलिए അതുകൊണ്ടാണ് ജൽദി പെട്ടെന്ന് തന്നെ അവൻ ഗോൾ അടിക്കും. അതുകൊണ്ടാണ് अनस और मानस हमेशा विनू की टीम में खेलना चाहते हैं. विनू जल्दी गोल मारता है. നോക്കൂ, यहाँ मित्र का समानार्थी शब्द मित्र दोस्त എന്നാണ്. മിത്ര ദോസ്താണ്. മുന്നോക്കി സ്വതന്ത്രത എന്ന കഥയിലെ, അത് ഹരിശങ്കർ പ്രസാദ് എഴുതിയ മുന്നോക്കി സ്വതന്ത്രത എന്ന കഥയെ അടിസ്ഥാനമാക്കി വാക്യങ്ങൾ ക്രമത്തിൽ എഴുതാൻ വേണ്ടി ചോദിക്കുകയാണ് ഇവിടെ. അങ്ങനെ ചോദിക്കുകയാണ് എഴുതേണ്ടത്. ഭയ്യാ കെ കോട്ട് സേ ഫൗണ്ടൻ പെൻ നിക്കാൽന. ഭയ്യാ കെ കോട്ട് സേ ഫൗണ്ടൻ പെൻ നിക്കാൽന. സഹോദരൻ്റെ കോട്ടിൽ നിന്ന് ഫൗണ്ടൻ പെൻ പുറത്തെടുക്കുക. രാത് കോ ഗരം ദൂത് പീന. രാത് കോ ഗരം ദൂത് പീന. രാത്രി എന്താണ്? ചൂടുപാൽ കുടിക്കുക. സടക് പർ ഖേൽന. റോഡിൽ കളിക്കുക. പാൻറ് പെഹന്ന. പാൻറ് ധരിക്കുക. പുസ്തക് സേ തസ്വീർ ഫാടിന. അതേ പുസ്തകത്തിൽ നിന്ന് ചിത്രം കീറുക. കമ്മീസ് കോ രംഗ് കർ ഝണ്ട ബനാന. ഷർട്ടിൽ നിറം കൊടുത്ത് കളർ കൊടുത്തിട്ട് ചായം തേച്ച് എന്ത് ചെയ്യുന്നു? പതാകയാക്കുക. ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖ്ന. ജവഹർലാലിന് എന്ത് ചെയ്താ? കത്ത് എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഭയ്യാ കെ കോട്ട് സേ ഫൗണ്ടൻ പെൻ നിക്കാൽന. രാത് കോ ഗരം ദൂത് പീന. സടക് പർ ഖേൽന. पैंट पहनना. पुस्तक से तस्वीर फाड़ना. कमीज को रंग कर झंडा बनाना. जवाहरलाल जी को चिट्ठी लिखना. ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. ഇടതുവശത്തുള്ള വാക്യങ്ങൾക്ക് അനുയോജ്യമായവ യോജിപ്പിച്ചെഴുതാനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് എഴുതണം നമുക്ക് നോക്കാം. ചിപ്കലി छत से गिरती है. എന്താണ്? अपने आप उड़ चल देती है. बंदर डाली से गिरता है. दूसरी डाली पकड़कर हंसता है. चींटे और तिलचटे पलटते हैं. हाथ पैरों को सीधा कर चलते हैं. मकड़े और गिरगिट गिरते हैं. अपने आप संभलते हैं. जो हिम्मत खोते हैं वे पछताते हैं. जो तुरंत संभलते हैं वे जीवन में सुख पाते हैं. प्रवर्तन നോക്കൂ. ഖണ്ഡ് के अनुसार प्रश्नों के उत्तर लिखाൻ. ഇവിടെ കൊടുത്ത ഖണ്ഡിക, ഈ ടെക്സ്റ്റ് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് വായിക്കാം. मैं रेडियो हूँ. बहुत साल पहले मेरा जन्म हुआ था. मेरे जन्मदाता मार्कोनी हैं. मैं समाचार, गीत, नाटक आदि सुनाता हूँ.
मुख्य रूप से संसार के साधारण लोग मुझे सुनते हैं. बिजली मेरा जीवन है. मैं लोगों की सहचारी हूँ. നോക്കാം, ഇത് റേഡിയോയുടെ ആത്മകഥയാണ്. ये कहानी किसकी है? ഈ കഥ ആരുടേതാണ്? സമാചാർ की, TV की, ബിജലി की, റേഡിയോ की. അപ്പോൾ ഇവിടെ റേഡിയോ, ഇത് ഈ നാലാമത്തെ ഓപ്ഷനാണ് എഴുതേണ്ടത്. റേഡിയോ എന്ന് എഴുതണം. പിന്നീട് അടുത്ത എഴുതി നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയും. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയോ കാ ജന്മ അബി അബി ഹുവാ. റേഡിയോ കാ ജന്മ ആധുനിക കാൽ മേ ഹുവാ. റേഡിയോ കാ ജന്മ ബഹുത് സാൽ പെഹലെ ഹുവാ. ഇവിടെ നോക്കാം, നോക്കൂ. बहुत साल पहले मेरा जन्म हुआ था. बहुत साल पहले मेरा जन्म हुआ था. അപ്പോൾ ഇവിടെ എഴുതണം റേഡിയോ കാ ജന്മ ബഹുത് സാൽ പെഹലെ ഹുവാ था. ഇതാരാ പറയുന്നത്? റേഡിയോ പറയുന്നതാണ്. അപ്പോൾ റേഡിയോ കാ ജന്മ ബഹുത് സാൽ പെഹലെ ഹുവാ. ഇവിടെ നോക്കിയാൽ റേഡിയോ കാ ആവിഷ്കാർ കിസ്നെ കിയാ. ഇതാരാ റേഡിയോ കണ്ടുപിടിച്ചത്? നോക്കാം. ഇവിടെ പാരഗ്രാഫ് നോക്കൂ. മേരെ ജന്മദാത, കണ്ടോ, മാർക്കോണി. ഇത് കണ്ടുപിടിച്ചതാരാണ്? നോക്കൂ, മാർക്കോണിനെ. അപ്പോൾ ഇതിൽ റേഡിയോ കാ ആവിഷ്കാർ കിസ്നെ കിയ? മാർക്കോണിനെ. ഈ ഒന്നാമത്താണ് ഉത്തരം. മുഖ്യ രൂപസെ റേഡിയോ का ഉപയോഗം കോൻ करता है. പ്രധാനമായും ഇത് ആരാ കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇത് കേൾക്കുന്നത് ആരാണ്? ഇവിടെ നോക്കിയാൽ ഇതാ, മുഖ്യ രൂപസെ സംസാർ കെ സാധാരണ ലോക്. പ്രധാനമായിട്ടും ലോകത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവരാണ് എന്താ റേഡിയോ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സംസാർ കെ സാധാരണ ലോക, ഇതാണ് ഉത്തരം, ഇതാണ് എഴുതേണ്ടത്. ഇനി റേഡിയോ കാ ജീവൻ ക്യാ ഹെ? ഇതിൻ്റെ ജീവനം എന്താണ്? ജീവൻ എന്ന് പറയുന്നത് ബിജലി മേരാ ജീവൻ ഹെ. ഇവിടെ റേഡിയോ കാ ജീവൻ ക്യാ ഹെ? നമുക്കറിയാം, വൈദ്യുതി ഇല്ലെങ്കിൽ, കറണ്ട് ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് സാധാരണ ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് പേർക്ക് ബിജലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റേഡിയോ കേൾക്കാൻ സാധിക്കുകയുള്ളൂ, റേഡിയോ വർക്ക് ചെയ്യുകയുള്ളൂ. ബിജലി മേരാ ജീവൻ ഹെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ചില ഫോട്ടോസ്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം, ഇത് ഇന്നസെൻ്റ് ആണ്, ഇത് നെൽസൺ മണ്ടേല, ഇത് ഹെലൻ കെല്ലർ, ഇത് തോമസ് ആൽവ എഡിസൺ. ഇന്നസെൻ്റ്, നെൽസൺ മണ്ടേല, ഹെലൻ കെല്ലർ, തോമസ് ആൽവ എഡിസൺ. ഇനി ഇവിടെ 41 മുതൽ 50 വരെയുള്ള എങ്ങനെ ഹിന്ദിയിൽ എഴുതാം എന്ന് നോക്കാം. 41, 42, ഇവിടെ 42 എഴുതാം, 42. ഇവിടെ 40, 43 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 44 എഴുതണം. ഇവിടെ 45, 46. ഇവിടെ 47, 48, 49, 50. നോക്കൂ, ഇവിടെ 42 ഉണ്ട്, ഇവിടെ 41, 41, 42 ഉണ്ട്, ഇവിടെ 43. ഇവിടെ 44 ഉണ്ട്, ഇവിടെ 45 ആണ്, 45. ഇവിടെ 46 ഉണ്ട്, 47 ഇവിടെ എഴുതണം, 48 ഉണ്ട്, 48, 49, 50. നോക്കൂ, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, ഈ വരികൾ തന്നിട്ട് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഇത് നമുക്കറിയാം, ഈ വരികൾ ഭഗവതി പ്രസാദ് ദ്വിവേദിയുടെ ഉൾട്ടാ പുൾട്ടാ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഗിർനെ ഓർ പിച്ചഡ്നെ पर, ഗിർനെ ഓർ പിച്ചഡ്നെ पर, നമുക്കറിയാം വീഴുകയും അവയെ പിന്നിലാവുകയും. ജോ ഹിമ്മത്ത് ഗോന്ത്, നമ്മൾ ചിലപ്പോൾ എന്താണ്, നമ്മൾ വീഴും, ജീവിതത്തിൽ പല വീഴ്ചകളുണ്ടാവും, പലപ്പോഴും നമ്മൾ എന്താണ് എപ്പോഴും മുന്നിലാവില്ല, ചിലപ്പോൾ നമ്മൾ പിന്നിലാവുകയും ചെയ്യും അല്ലേ. അങ്ങനെ വീഴുമ്പോഴും പിന്നിലാകുമ്പോഴും ഹിമ്മത്ത് ഖോത്തെ ഹേ, ധൈര്യം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ധൈര്യം ചിലപ്പോൾ നഷ്ടപ്പെടും. അതുപോലെ എന്താണ്, ധൈര്യം നഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ
പശ്ചാത്താത്തെ ഹേ, പശ്ചാത്തപിക്കുന്നവരുമുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ധൂൽ ഝാഡ് ജോ തുരന്ത് സംഭൽത്തെ. ധൂൽ ഝാഡ്, അപ്പോൾ വീണ നമുക്കത് പൊടി പറ്റും, അതായത് പൊടി തുടച്ച് പൊടി തട്ടി. തുരന്ത് സംഭൽത്തെ എന്താണ്? ശ്രദ്ധയോടെ, അല്ലെങ്കിൽ എന്താണ്? വേഗം എഴുന്നേൽക്കുക, വേഗത്തിൽ എഴുന്നേൽക്കുന്നവർ. വേ ജീവൻ മേ സുഖ പാത്തെ ഹേ, ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സുഖം നേടുന്നവരുണ്ട്. അങ്ങനെ പൊടി തട്ടിയിട്ട് സുഖം നേടുന്ന ചിലരല്ലേ, അങ്ങനെ സുഖം നേടുന്നവരുണ്ടെന്നാണ് കവി പറയുന്നത്. അതിൻ്റെ ആശയം എഴുതാൻ നമുക്ക് നോക്കാം. ഇപ്രകാരമാണ് ഇതിൻ്റെ ആശയം എഴുതേണ്ടത്. നോക്കൂ, ഉൾട്ടാ പുൾട്ടാ ഭഗവതി പ്രസാദ് ദ്വിവേദി की कविता है. इसमें गिरने और उड़ चलने के बारे में कहते हैं. അപ്പോൾ ഇത് എന്താണ്? കവി വീഴുന്നതിനെ കുറിച്ച് പറയുന്നത്. അതെന്താണ്? വീണാൽ എഴുന്നേറ്റ് നടക്കുന്നതിനെ കുറിച്ച് ആണ് പറയുന്നത്. അതായത് വീഴ്ചയുണ്ടാവും, അതുപോലെ എന്ത് വീഴ്ചയുണ്ടായാലും നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. गिरने और पिछड़ने पर खुद उड़ने का हिम्मत खोने वाले बाद में पछताएंगे. അപ്പോൾ വീഴുമ്പോഴും പിന്നിലാകുമ്പോഴും ഖുദ് ഉഡ്നെ കാ ഹിമ്മത്ത്, സ്വയം എഴുന്നേൽക്കാതെ ധൈര്യം നഷ്ടപ്പെടുത്തുന്നവർ പിന്നീട് പശ്ചാത്തപിക്കും. ഹമേ ഗിർത്തെ ഹി ധൂൾ ഝാഡ് കർ ഖുദ് സംഭൽ കർ ആകെ ബഡ്നാ ചാ. കവി പറയുന്നതാണ്, നാം വീണിവിടെ എന്താണ്? പൊടി തട്ടിയിട്ട് ഖുദ് സ്വയം ശ്രദ്ധയോടെ എഴുന്നേറ്റ് നാം മുന്നോട്ട് പോകണം. ऐसे लोगों को जीवन में हमेशा സുഖ ही मिलते. ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നിന്ന് എപ്പോഴും സുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ. യാനി കോഷിഷ് കർണേ വാലോं की कभी हार नहीं होती. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? പരാജയം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആശയം വരുന്ന വരികൾ നോക്കാം. തിൽച്ചട്ടെ और चींटे चलते समय कभी कभी पलट भी जाते हैं. പാറ്റകളും ഉറുമ്പുകൾ എന്താണ്? സഞ്ചരിക്കുമ്പോൾ എന്താണ്? ചിലപ്പോൾ മറിഞ്ഞ് പോകുന്നു. ഇവിടെ തിൽച്ചട്ടെ ചീണ്ടെ ജബ് ചലത്തെ ഏകായക് പലട്ട് ജാത്തെ ഹെ. ഈ ആശയത്തിൻ്റെ വരികളാണ് ഇവ. അടുത്ത നോക്കാം. ചിപ്കലി നിച്ചലി ചത്സെ ചലത്തി ഹെ, കഭി കഭി ചലത്തെ സമയ തുരന്ത് നീച്ചെ ഗിർത്തി ഹെ. ഈ ആശയം വരുന്ന വരികൾ നോക്കാം. ചലത്തെ ചലത്തെ നിച്ചലി ചത്സെ ഗിർത്തി ജബ് ചിപ്കലി ചപാക്. ഈ ആശയം വരുന്ന വരികൾ നോക്കൂ. ചീണ്ടി മക്കടെ ഗിർഗിട്ട് ആദി ഗിർത്തെ സമയം സ്വയം സംഭൽത്തെ ഹെ. അതായത് ചീണ്ടി ഉറുമ്പുകളും ചിലന്തികൾ, അതുപോലെ പാറ്റകൾ, ഗിർഗിട്ട് ഓന്ത് മുതലായവ എന്താണ്? വീണാൽ അല്ല വീഴുമ്പോൾ സ്വയം തന്നെ എന്താണ്? പൂർവ്വസ്ഥിതിയിൽ ആകുന്നു, പഴയപടി അവ നിൽക്കുന്നു, സഞ്ചരിക്കുന്നു. ഈ ആശയം വരുന്ന വരി നോക്കൂ. ചീണ്ടി ഗിർത്തി മക്കടെ ഗിർത്തെ ഗിർഗിട്ട് ഗിർത്തെ അവർ സംഭൽത്തെ. മുന്നു ചാച്ചാജിക്ക് എഴുതിയ കത്ത് ചോദിച്ചാൽ എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ഇവിടെ സ്ഥാൻ ആദ്യം, ഇവിടെ വലതുവശം റൈറ്റ് കോർണറിൽ സ്ഥാൻ താരീഖ് എഴുതണം. പിന്നെ ഇവിടെ സംബോധന, പ്യാരെ ചാച്ച നെഹ്റുജി സംബോധന എഴുതുക. ആപ് കൈസേ ഹേ, താങ്കൾ സുഖം തന്നെയല്ലേ? മുജെ ആപ്സെ കുറിച്ച് എനിക്ക് താങ്കളോട് ചില പരാതിയുണ്ട്. ആപ് കഹത്തെ ഹേ കി ഹമേ സ്വതന്ത്രത മിലി. താങ്കൾ പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന്. കിന്തു മുജെ തോ രത്തി ഭർ ബി സ്വതന്ത്രത നഹി മിലി. എനിക്കെന്താണ്? ഒട്ടും ഒരല്പം പോലും സ്വാതന്ത്ര്യം എനിക്കില്ല. മേനെ ഫൗണ്ടൻ പെൻ സേ ഫർഷ് പർ ലിഖ്തേ സമയ, ഞാൻ ഫൗണ്ടൻ പേന ഉപയോഗിച്ച് നിലത്തെഴുതുന്ന സമയത്ത് അമ്മാനെ കലം ചീൻലി. അമ്മ എന്താണ്? അമ്മ നിന്ന് പേന വാങ്ങി തട്ടിപ്പറിച്ചു. ഗരം ദൂധന പിയാത്തോ ഢാണ്ട, ചൂട് പാൽ കുടിക്കാതെ നിന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. സടക് ബർ ഖേൽനെ ഗയാത്തോ വാപ്പസ് ബുലായ, റോഡിൽ കളിക്കാൻ പോയപ്പോൾ എന്നെ എന്താണ്? തിരിച്ച് വിളിച്ചു. ജബർദസ്തി പാൻറ് പെഹനാ ദിയ, എന്താ നിർബന്ധപൂർവ്വം എന്നെ പാൻറ് ധരിപ്പിച്ചു. പുസ്തക സേ തസ്വീർ ഫാഡ്നെ പർ ഢാണ്ട, പുസ്തകത്തിൽ നിന്ന് ചിത്രം കീറിയതിന് എന്നെ വഴക്ക് പറഞ്ഞു. കമീസ് കോ ഝണ്ട ബനാനെ പർ, ഷർട്ട് ഞാനെന്താക്കിയത്? ഒരു പതാകയാക്കിയപ്പോൾ തമാച്ച ജൽദി, എന്നെ അടിച്ചു. ഇസ്ലിയെ ആപ് തുരന്ത് മേരി അമ്മാക്കോ ലിഖ് ദീജിയെ, അതുകൊണ്ട് താങ്കൾ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് കത്തെഴുതുക. എന്താണ്? അമ്മയോട് പറഞ്ഞ് എനിക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അമ്മയ്ക്ക് കത്തെഴുതണമെന്നാണ് കുട്ടി പറയുന്നത്. പ്യാർസെ, ഇവിടെ സ്നേഹത്തോടെ ആപ്കാ മുന്നു എന്ന് എഴുതണം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഏകതാമേ ബൽഹെ എന്ന വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ ഇപ്രകാരം എഴുതണം. ഹം സബ് ഏക് ഹോക്കർ ജീന, നാം എല്ലാവരും ഒന്നായി ജീവിക്കുക. ഏകതാമേ ബൽഹെ, ഒരുമേൽ ഏകതയിൽ ശക്തിയുണ്ട്.
ഭേദഭാവ് ചോടുക്കർ, അന്തരം, എല്ലാ അന്തരവും ഉപേക്ഷിച്ചിട്ട്, എല്ലാ വ്യത്യാസവും ഉപേക്ഷിച്ച് ഹം ഏകദാസെ, നമുക്ക് ഒരുമയോടെ മുന്നേറാം. സഹി മിലാൻ കരെ ചോദ്യം വരാറുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്, യോജിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ചിപ്കലി ചത്ത് സെ ഗിർത്തി ഹെ, ചിപ്കലി ചത്ത് സെ ഗിർത്തി ഹെ, अपने आप उड़ चल देती है. बंदर डाली से गिरता है, दूसरे डाली पकड़कर हंसता है. चिंटे और तिलचटे पलटते हैं, हाथ पैरों को सीधा कर चलते हैं. मकड़े और गिरगिट गिरते हैं, अपने आप संभलते हैं. जो हिम्मत खोते हैं वे पछताते हैं, जो तुरंत संभलते हैं वे जीवन में सुख पाते हैं. सुख पाना माने ലക്ഷ്യസ്ഥാനത്തെത്തുക. ഇത് ഇപ്രകാരമാണ് എഴുതേണ്ടത്. छिपकली छत से गिरती है, अपने आप उड़ चल देती है. बंदर डाली से गिरता है, दूसरे डाली पकड़कर हंसता है. चिंटे और तिलचटे पलटते हैं, हाथ पैरों को सीधा कर चलते हैं. मकड़े और गिरगिट गिरते हैं, अपने आप संभलते हैं. जो हिम्मत खोते हैं वे पछताते हैं, जो तुरंत संभलते हैं वे जीवन में सुख पाते हैं.